എനിക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സംഭാഷണം. മറ്റാരുമല്ല, ഗുരുവായൂർ പ്രസ് ഫോറത്തിൻ്റെ പ്രസിഡന്റും മാധ്യമം ദിനപത്രത്തിൻ്റെയും ജീസയുടെയും ഗുരുവായൂരിൻ്റെ മുഖമായ ശ്രീ ലിജിത്ത് തരകനുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്, ഹൃദയം തുറന്നുള്ള സംഭാഷണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. അപ്പോൾ വീണ്ടും നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴത്തെ ഒരു സന്തോഷമുണ്ട്, വിശേഷങ്ങൾ പറയാനും. ഗുരുവായൂരത്തെ മാധ്യമങ്ങളുടെ ഒരു മുഖമാണ്, രണ്ടു തരത്തിലും. അതെ, മാധ്യമത്തിന്റെ മുഖവും മാധ്യമങ്ങളുടെ ഒരു മുഖവും മാധ്യമ പ്രവർത്തകരുടെ മുഖവും. പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റ് അല്ലേ? അതെ അതെ. വിശേഷം പറഞ്ഞു കൊടുക്കാൻ തോന്നും. ഇരിങ്ങപ്പുറം തന്നെയാണ് ഇതിന്റെ തുടക്കം. ഞാൻ പഠിച്ചത് ALP സ്കൂളാണ്, കൊല്ലന്റെ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഈ പത്രവായനയിലേക്ക് ഞാൻ വരുന്നത്, ഒരു റീഡിങ്ങിലേക്ക് വരുന്നത് അവിടുത്തെ ഒരു മാഷിന്റെ ഒരു സ്വാധീനം ഉണ്ട് അതില്. ഈ സ്കൂളിൽ അസംബ്ലി ഉണ്ടാകുമ്പോൾ ഈ അസംബ്ലിയിൽ ന്യൂസ് റീഡിങ് ഉണ്ടല്ലോ. അപ്പം ഈ ന്യൂസ് റീഡിങ്ങിൽ ഞങ്ങൾ വാർത്തകൾ പോയി വായിക്കും. അന്ന് എൻ്റെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്. വീട്ടിൽ വരുത്തുന്നതല്ല, വീടിനോട് ചേർന്നിട്ട് അമ്മയുടെ ആങ്ങളയ്ക്ക് ഒരു കട ഉണ്ട്, അവിടെ മനോരമ പത്രം വരുത്തുന്നുണ്ട്. പക്ഷെ വാർത്തകൾ എടുക്കാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്, അന്ന് എക്സ്പ്രസ് പത്രം ഉണ്ടായിരുന്നു. എക്സ്പ്രസ്സിന് അപ്പുറത്തെ സുബ്രേട്ടൻ്റെ ചായപ്പീടിയിൽ എക്സ്പ്രസ് ഉണ്ട്. എക്സ്പ്രസിന് ഗുണം എന്താ വെച്ചാൽ ചെറിയ വാർത്തകൾ ഉണ്ടാവും, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ചെറിയ വാർത്തകൾ അതിലുണ്ട്. മലയാളികളൊക്കെ വലിയ വാർത്തകളല്ലേ, അവിടെ പോയിട്ട് എഴുതിയെടുത്തിട്ടാണ് കൊണ്ടുപോകുക. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ന്യൂസ് റീഡിങ്ങിൽ ഇങ്ങനെ വാർത്തകളൊക്കെ അവിടെ അസംബ്ലിയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് മാഷ്, ബ്രഹ്മകുളത്തെ ആണ് വീട്. മാഷ് 2 വർഷം മുമ്പ് മാഷ് മരിച്ചു. അപ്പോൾ ഈ മാഷ് കയറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങളിന്ന് വാർത്തകളൊക്കെ വായിച്ചു, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചിട്ടില്ല. ഇന്ത്യയുടെ വിമാനം വന്ന് പാകിസ്ഥാൻ റാഞ്ചിയ ഒരു ദിവസമായിരുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളിലും ഉണ്ട്. നമ്മൾ വലിയ വാർത്തയോടെ അത് ഒഴിവാക്കി നമ്മൾ ചെറിയ വാർത്തകളിലേക്ക് പോയിട്ടുള്ളതാണത്. അപ്പോൾ ഈ മാഷ് ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാഷ് ഇങ്ങനെ പത്രം വായിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചും എല്ലാ വാർത്തയും നിങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും പത്രമുണ്ട്. അന്ന് എല്ലാ വീട്ടിലും അങ്ങനെ അത്ര കോമൺ ആയിട്ട് പത്രം വരുത്തുന്നൊരു സ്ഥിതിയല്ല. എൻ്റെ വീട്ടിൽ സ്ഥിതി ഉണ്ടായിട്ടല്ല, ഈ കട ഉള്ളത് കൊണ്ടാണ് ഈ പത്രം വരുത്തുന്നത്. അപ്പം ഞാൻ ഈ മനോരമ ഗംഭീരമായിട്ട് വായിക്കാൻ തുടങ്ങി. ഇപ്പം ചിലപ്പോൾ ആലോചിച്ച് ചിരി വരും. ഈ ആഴ്ചക്കുറിപ്പുകൾ, ശ്രീലൻ ഒക്കെ ഭയങ്കര കയജുമാരാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ എനിക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ, നിയമസഭാവലോകനങ്ങൾ, പിന്നെ തരംഗങ്ങളിൽ പണിച്ചി, അതൊന്നും എനിക്ക് അറിയില്ല. ക്രിക്കറ്റ് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ക്രിക്കറ്റൊക്കെ ഇരുന്ന് വായിക്കും. അങ്ങനെ സത്യത്തിൽ അതാണ് മാഷാണ് എന്നെ സത്യത്തിൽ ഈ ഒരു പത്രത്തിൻ്റെ ഒരു വായനയിലേക്ക്, പത്രത്തിനോടുള്ള ഒരു അടുപ്പത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പം അതുകൊണ്ട് അത് ഇരിങ്ങപ്പുറത്തുനിന്നാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. ഞാൻ പത്രപ്രവർത്തനം എന്നെ ആരെ പഠിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പേര് ഡേവിസ് കണ്ണനാക്കലാണ്. എക്സ്പ്രസിന്റെ സീനിയർ പത്രപ്രവർത്തകനായിരുന്ന, ഇപ്പോൾ തൃശ്ശൂർ എക്സ്പ്രസിന്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഡേവിസ് കണ്ണനാക്കിലെ അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടാണ് ഞാൻ ചെയ്യുന്ന പത്രപ്രവർത്തനം ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതാണ് പത്രപ്രവർത്തനം അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന പത്രപ്രവർത്തനം ഞാൻ പഠിച്ചിരിക്കുന്നത് എൻ്റെ ഗുരു, പത്രപ്രവർത്തനത്തിന്റെ ഗുരു. അത് അദ്ദേഹത്തിന് അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഉള്ള ഒരു പഠനം എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു, അദ്ദേഹം ഇന്റർവ്യൂ എടുക്കുന്നു, അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോ നല്ല ഫോട്ടോ, പ്രസ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ടെമ്പസ്റ്റ് ലേഔട്ട് ചെയ്യാനായിട്ട് ഉദയൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ എക്സ്പ്രസ്സില് അദ്ദേഹമാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ലേഔട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പ്രസൻസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് സ്വയം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനൊരു പത്രപ്രവർത്തനത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ എത്തുന്നത് ഈ ടെമ്പസിലൂടെയാണ് എത്തുന്നത്. അത് എൻ്റെ ഒരു 18 വയസ്സ് 19 വയസ്സ് കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. അതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ പത്രപ്രവർത്തനത്തിലെ കാൽവയ്പൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനുവേട്ടന്റെ ഗുരുവായൂർ വിശേഷം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ജനുവേട്ടൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ലേഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അത് എനിക്കാണ് വന്നത്. അത് ജനുവേട്ടൻ വഴിക്കല്ല വന്നത്. ജനുവേട്ടൻ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കല്ലൂർ ഉണ്ണികൃഷ്ണനെയാണ്, മാതൃഭൂമിയുടെ കല്ലൂർ ഉണ്ണികൃഷ്ണൻ സെന്റ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പൊ ഈ മുദ്രിക എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ കല്ലൂർ ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ജനുവേട്ടൻ അയച്ചിട്ട് വന്നപ്പോഴാണ് ഞാനാണ് എന്റെ ആളെന്ന് ഉണ്ണികൃഷ്ണൻ കാണുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണനാണ് എന്റെ ആള്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു പത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെ എനിക്ക് ഇതിന്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2005 ദീപികയിൽ ഒരവസരം വന്നത്. ദീപികയുടെ ഗുരുവായൂർ ലേഖനായിട്ട് ഒരവസരം വന്നത്. അപ്പം അങ്ങനെ കുറച്ച് മാസക്കാലം ഞാൻ ദീപികയുടെ രാഷ്ട്രദീപികയുടെ
ലേഖകനായിട്ട് ഞാനുള്ള സമയത്താണ് ഗുരുവായൂർ ഉണ്ടായിരുന്ന ബ്യൂറോ ആരംഭിച്ചത്. ദീപികയ്ക്ക് ഗുരുവായൂർ ബ്യൂറോ ആരംഭിക്കുന്ന ആ കാലത്താണ്. അതൊരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ഗുരുവായൂരിന്റെ വികസനത്തിന് വേണ്ടി ചർച്ചയ്ക്ക് വന്ന ഒരു സമയമൊക്കെയായിരുന്നു. ഇത് ഏതാണ്ട് ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ മുഖ്യമന്ത്രിയോട് ചെലവഴിച്ചിട്ടുള്ള ഒരു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആൻഡ് റിസൾട്ട് അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിന്റെ ഒരു ചർച്ച അന്നിവിടെ നടന്നിരുന്നു. അപ്പൊ അന്നിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം ദീപിക ലേഖ എന്നുള്ള എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ അവര് ഫുൾ ടൈം ഒക്കെ ആയിട്ട് ഇതിന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് അന്ന് ഈ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി. പിന്നീട് 2006 ഞാൻ മാധ്യമത്തില് വരുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. മറ്റേ 2006 LDF ഗവൺമെന്റ് വന്നപ്പോൾ PK ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി അവരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് അന്ന് ഗുരുവായൂരത്തെ മാധ്യമ ലേഖകനായിരുന്ന രാജേഷിനെ അവിടെ തെരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ആ ജോലി സംബന്ധമായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒഴിവ് വന്നു. ആ ഒഴിവിലാണ് ഞാൻ മാധ്യമത്തിന്റെ ലേഖകനായിട്ട് വരുന്നത്. അതങ്ങനെയാണ് ഇങ്ങനെ 10-20 വർഷമായിട്ട് ഇങ്ങനെ മാധ്യമം ലേഖകൻ എന്നുള്ളൊരു സംഗതി മാധ്യമ പ്രവർത്തകനായിട്ട് മാറുന്നത് അപ്പോഴാണ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വേറെ ചില ഇതുകൊണ്ടൊന്നും നടക്കില്ല. ഒരു പ്രാദേശിക പത്രപ്രവർത്തനം, പ്രത്യേകിച്ച് ഒരു ചെറിയ പത്രത്തിന്റെ ലേഖകൻ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അപ്പൊ അപ്പോഴാണ് ഞാൻ ചില ACBയുടെ പാർട്ട് ടൈമായിട്ട് ACBയുടെ ലേഖകനായിട്ട് തൃശ്ശൂർ മറ്റേ ഗുരുവായൂരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈം TV, പാവർട്ടിയിലത്തെ പ്രൈം TV കുറച്ചധികം വർഷം പ്രൈം TVയുടെ ഭാഗമായിട്ട് പാർട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു പരീക്ഷണം എന്ന് പറയാവുന്നത് ഇതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് മണപ്പുറം ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സായാഹ്ന പത്രം ട്രിപ്രയാർന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കാലം അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ഒരു പത്രത്തിലും ചാനലിലും ഇപ്പൊ ജീസെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം, മറ്റേ വിഷ്വൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പത്ര വിതരണക്കാരനായിട്ടും പത്രത്തിന്റെ ഏറ്റവും ചെറിയ ഏറ്റവും അറ്റത്തുള്ള ഒരു ജോലിയാണല്ലോ പത്രവിതരണം. സൈക്കിളിൽ രാവിലെ പോയിട്ട് പത്രം ഇടുന്ന ഒരു പണി. അപ്പൊ അങ്ങനെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാല് തിരുവനന്തപുരം CLCക്ക് ദീപികയുടെ ഏജൻസി ഉണ്ടായിരുന്നു. 10-60ഓളം പത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പത്രം വിതരണം ചെയ്യണം. അപ്പൊ ആ പത്രം വിതരണം ചെയ്യാനായിട്ട് ഏജൻസി എടുത്തേക്കുന്നത് CLC എന്ന് പറഞ്ഞ സംഘടനയാണ്. അപ്പൊ വിതരണം ചെയ്യാനായിട്ട് വേണം, ഒരാൾ വിതരണം ചെയ്യണ്ടേ. അപ്പൊ ഈ പത്രക്കെട്ട് പടിഞ്ഞാറ നേരം എടുത്തിട്ട് നല്ല മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ പോയിട്ട് വീടുകളിലൊക്കെ വിതരണം ചെയ്ത് അങ്ങനെയും ഈ പത്ര വിതരണം നടത്തിയിട്ട് അതായത് ഈ പത്രത്തിന്റെയും മാധ്യമങ്ങളുടെയും എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഒരുവിധം ഭാഗങ്ങളിൽ കൈവയ്ക്കാനുള്ള, അതിന്റെ ഒരു താഴെത്തട്ടിലുള്ള കാര്യങ്ങളുടെ എല്ലാ ഭാഗത്തും കൈവരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ലിജിതേട്ടന്റെ ഈ മാധ്യമ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ടെമ്പസ്റ്റ് എന്നുള്ള മാഗസീൻ്റെ ഒരു കാലഘട്ടമാണ്. നമുക്ക് മാധ്യമ പ്രവർത്തകർ പലതരത്തിലാവാം. ഒന്ന് പഠിച്ചിട്ട് മാധ്യമ പ്രവർത്തകരാവാം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടും ഹാർഡ് വർക്കിംഗ് കൊണ്ടും ഈ ഒരു പാഷൻ കൊണ്ടും മാധ്യമ പ്രവർത്തകരാവാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ലിജിതേട്ടൻ്റെ കാര്യത്തിൽ ഈ രണ്ടാമത്തെ കാര്യമായിരിക്കും. ഒരു പാഷനും അതിനു വേണ്ടിയിട്ടൊരു ഹാർഡ് വർക്കിംഗ്. എനിക്ക് പലപ്പോഴും തോന്നില്ല സംസാരിക്കുമ്പോഴൊക്കെ. പണ്ട് ഈ LF കോളേജിൽ വെച്ചിട്ടൊരു മാധ്യമ ശില്പശാലയിൽ പങ്കെടുത്തൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ. അത് എങ്ങനെയാണ് അതിങ്ങനെ അത് നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഡേവിസ് കണ്ണനായ്ക്കലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ബാബു ഉളപ്പായൊക്കെ അല്ലേ, ഇവരുടെ ഒരു സൗഹൃദം അത് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡേവിസ് കണ്ണനായ്ക്കൽ, അതുപോലെ തന്നെ ബാബു വെളപ്പായ, ഇവരൊക്കെ നല്ല അവസരങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ വളർച്ചയെ വല്ലാതെ സഹായിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു മാധ്യമപ്രവർത്തകനാവുന്നൊരു ആഗ്രഹം എപ്പോഴും കിടന്നിരുന്നു. അതിനെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. എനിക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമായിരുന്നോ ചോദിച്ചാൽ സത്യത്തിൽ എനിക്കത് അറിയില്ല. എനിക്ക് വേറെ എന്തെങ്കിലും പണി, ഞാൻ പിന്നീടാണ് പത്രപ്രവർത്തനം പഠിക്കുന്നത്. പത്രപ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് പത്രപ്രവർത്തനം ഞാൻ പഠിച്ചത്. കാരണം എനിക്കൊരു തോന്നലുണ്ടായി. കാരണം നമ്മൾ ഈ പത്രപ്രവർത്തകനാണ്. ഇപ്പം ഞാൻ ഡിഗ്രി വരെയാണ് എൻ്റെ പഠനം, BA എക്കണോമിക്സ് ആണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പത്രപ്രവർത്തനം പലരും ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു. അല്ല, ചിലപ്പോൾ ഗുരുവായൂരൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം, ഇവിടെ പത്രപ്രവർത്തനം പഠിച്ച ആരാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകരൊക്കെ വിമർശിക്കുമ്പോൾ അതൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നി നമ്മളൊരു പത്രപ്രവർത്തനം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് അപ്പം ഞാൻ നേരെ അപ്പം ഭാരതീയ വിദ്യാഭവൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർ പക്ഷേ ആ കോഴ്സ് അന്ന് നിർത്തിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ കോട്ടയത്ത് പോയി. കോട്ടയത്തെ
സെന്ററിലാണ് ഞാൻ ഭാരതീയ വിദ്യാഭവന്റെ കോഴ്സിൽ പഠിക്കുന്നത്. അത് 2017 വളരെ വളരെ വൈകിയാണ് ഞാനിത് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് മാധ്യമം പത്രത്തിന്റെ ചെയ്യുമ്പോ കുറച്ചല്ലേ ആയിട്ടുള്ളൂ, 5-8 വർഷമായിട്ടുള്ളൂ ഞാൻ അതിന്റെ PG ഡിപ്ലോമ കോഴ്സ് അവിടെ ചെയ്തത്. അത് മറ്റേ 1 വർഷത്തെ കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എനിക്ക് കുമ്മന രാജശേഖരനാണ് അന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. അദ്ദേഹം ഗവർണറായിരുന്നു തിരുവഞ്ചൂരും കുമ്മനൊക്കെ ഉള്ള ഒരു വേദിയിലാണ്. പിന്നെ എനിക്കൊരു സൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വയോജന വിദ്യാർത്ഥിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഏകദേശം ധാരണകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കുലപതി മുൻഷി പുരസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ സെന്ററിലും ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് അവർ കൊടുക്കുന്ന പുരസ്കാരമാണ്. വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ ഞാനത് 40 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള കോട്ടയം സെന്ററിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള അവാർഡോട് കൂടിയാണ് അങ്ങനെയാണ് ഞാനത് സർട്ടിഫിക്കറ്റ് പിന്നീടേക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഈ പത്രപ്രവർത്തനം. പിന്നീടാണ് അപ്പൊ ആദ്യം പാഷനാണ്, പിന്നീടാണ് ഇതിന്റെ ഒരു പഠനം ഞാൻ നടത്തിയിട്ടുള്ളത്. ഈ ഞാൻ എപ്പോഴും ലിജിതേട്ടന്റെ വാർത്തകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേ ഒന്ന് ഈ വാർത്തകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ആർക്കും കിട്ടാത്ത, നമ്മൾ ഈ പറയുന്ന പോലെ ഈ പത്രമാധ്യമ രംഗത്ത് പറയുന്ന പോലെ ആർക്കും കിട്ടാത്ത ചില വാർത്തകൾ സ്പെഷ്യലായിട്ട് കിട്ടുന്നു. ഇനി എല്ലാവർക്കും കിട്ടുന്ന വാർത്തകൾ തന്നെ അത് പ്രസന്റ് ചെയ്യുന്നതിൽ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൺ അതിൻ്റെ ഒരു എഴുത്തു ഭാഷയും അതിൻ്റെ ഒരു തലക്കെട്ടടക്കം എനിക്ക് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നത്? എങ്ങനെ വാർത്ത കണ്ടെത്തുക എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. അതെങ്ങനെ സംഭവിക്കാം. പിന്നെ നമ്മളിത് തിരഞ്ഞെടുക്കണമെന്നല്ല, നമ്മുടെ കയ്യിലേക്ക് വരുന്നു. പിന്നെ ഇത് മറ്റുള്ളവർ കൊടുത്തിട്ടില്ല എന്നറിയുന്നത് പിറ്റേന്ന് പത്രം കാണുമ്പോഴാണ്. കാരണം ഇത് അവര് കൊടുത്ത വാർത്തകൾ പലപ്പോഴും നമ്മൾ കാണുന്നത് അവരുടെ പത്രം കാണുമ്പോഴാണ്. അപ്പൊ പത്രപ്രവർത്തനത്തിൽ അതൊക്കെ ഭാഗ്യവും ഒക്കെയാണ്. കാരണം ഇപ്പൊ ആൻഡോ എന്നോടൊരു കാര്യം പറയുന്നു, അത് ഞാൻ പിന്നീട് മനസ്സിൽ വയ്ക്കുന്നു, അത് എനിക്ക് വാർത്ത ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരിൽ എന്നേക്കാൾ മികച്ച നല്ല മാധ്യമപ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ്. നന്നായിട്ട് അവർ മാധ്യമപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നേക്കാൾ നല്ല സർക്കുലേഷൻ ഉള്ള പത്രങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ചെറിയ വായനക്കാരേ ഉള്ളൂ. പിന്നെ നമ്മൾക്കത് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മളുടെ ഒരു നിലനിൽപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും കഴിയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം മാധ്യമത്തിൽ കണ്ടു എന്ന് പറയണ്ടേ, മറ്റുള്ള എല്ലാവരും കൊടുത്തിട്ട് ഞാനും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ളൊരു ശ്രമം ബോധപൂർവം ഉണ്ടായിട്ടുണ്ട്. അത് ആരെയും തോൽപ്പിക്കാനൊന്നല്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഈ എൻ്റെ ഒരു നിലനിൽപ്പാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ എനിക്ക് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഞാനൊരു ആനന്ദു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കഥയുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത എനിക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ഇരിങ്ങപ്പുറത്തെ JLP സ്കൂളിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഞങ്ങളുടെ ഇരിങ്ങപ്പുറത്തെ ഒരു ഗ്രൂപ്പിലാണ് ഈ വാർത്തയൊന്നുമല്ല, അതിൻ്റെ ഒരു തുണ്ട് കിടന്നിരുന്നത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന, അവരുടെ വീടായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു കുടുംബം. അവിടെ ഒരു അച്ഛൻ, അമ്മ, മകനാണുള്ളത്. അപ്പൊ ഈ ഒരു തപാൽ ദിനത്തില് മുത്തച്ഛന് കത്തെഴുതാനായിട്ട് പറയാണ് സ്കൂളിൽ നിന്ന് കുട്ടിയോട്. ഈ കുട്ടി മുത്തച്ഛനെ കണ്ടിട്ടില്ല. കാരണം മുത്തച്ഛനൊക്കെ പിണങ്ങിട്ട് നിൽക്കുകയാണ്. ചില കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയാണ്. പിണങ്ങിന്നൊന്നും പറയാൻ പറ്റില്ല, മാറി നിൽക്കുന്നു. അപ്പോൾ മുത്തച്ഛന് കത്ത് എഴുതാൻ പറഞ്ഞപ്പോൾ കുട്ടിയെ വീട്ടിൽ എന്ന് പറയുന്നു, ഒരു കത്ത് മുത്തച്ഛനെ അയക്കണം, അഡ്രസ്സും തരുമെന്ന് ചോദിച്ചു. ഓൻ ചോദിച്ചതല്ലേ, അഡ്രസ്സ് കൊടുത്തു. കുട്ടി കത്തയക്കുന്നു, മറ്റേ മുത്തച്ഛ ഇവരുടെ അവധിക്കാലത്ത് കാണാൻ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കത്ത്. ഇത് അവിടെ അവസാനിക്കുന്നു. പക്ഷെ ഈ കത്ത് അവിടെ മുത്തച്ഛന് കിട്ടുമ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത കുട്ടിയുടെ കത്താണ്, തന്റെ പേരക്കുട്ടിയുടെ കത്താണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഞാൻ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നപ്പോ അവിടെ മുത്തച്ഛൻ വളരെ 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 വികാരപരമായ മോളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട്, അപ്പൊ ആൾക്ക് ആരോഗ്യമില്ല വരാനായിട്ട് ഇങ്ങോട്ട്, മോളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് അയക്കുന്നു. അവരിവിടെ വരുന്നു. ഈ കത്തിലൂടെ ഈ കുടുംബം വളരെ സ്നേഹത്തിലേക്ക് വരുന്നു. മാത്രല്ല ഈ മകന് വേണ്ടിയിട്ട് വീടും സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നിമിത്തമായത് ഈ കത്താണ്, എഴുതിയിട്ടുള്ള ഈ കത്താണ്. പിന്നീട് ഇവര് ഇരിങ്ങപ്പുറത്ത് തന്നെ വരുന്ന നാട്ടിലേക്ക് തിരിച്ചുപോയി ഈ കത്ത്. അപ്പൊ ഈ കത്തായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഗതി ഇരിങ്ങപ്പുറത്തെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാ. അതാണ് ഞാൻ വാർത്തയാക്കിയത്. മാധ്യമത്തിന്റെ 1-ാം പേജിലാണ് ഈ വാർത്ത വന്നത്. ഈ ബന്ധത്തിന്റെ
ഒരു വാർത്ത വന്ന ആ രീതിയിൽ വന്നത്. പിന്നെ എന്നെ ആ വാർത്തയ്ക്ക് എനിക്ക് പിന്നീട് TV അച്യുതവാര്യരുടെ പുരസ്കാരം എനിക്ക് ഈ വാർത്തയ്ക്ക് ഒല്ലൂർ പ്രസ് ക്ലബിന്റെ കിട്ടുകയുണ്ടായി. അപ്പൊ ഇത് കിട്ടിയത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ത്രെഡായിരുന്നു. അപ്പൊ അതൊന്ന് ചില വാർത്തകൾ കിട്ടുന്നു. ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും സംഭവിക്കുന്ന ഇങ്ങനെ കിട്ടുന്ന സംസ്ഥാനത്ത് കിട്ടുന്ന ഒരു ചെറിയ കഷ്ണമായിരിക്കാം, ഒരു വേറെ പത്രത്തിൽ നിന്നുള്ള ഒരു കഷ്ണമായിരിക്കാം. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നത്. എനിക്കെന്തായാലും എൻ്റെ പത്രപ്രവർത്തന കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള, പിന്നീട് ഞാൻ തന്നെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ എങ്ങനെ കഥ പറയാൻ പറ്റുന്നതെന്ന്. പിന്നീട് ഒരു അച്ഛൻ ഞായറാഴ്ച പള്ളി പ്രസംഗത്തിൽ ഈ കഥ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു അവാർഡ്. കാരണം നമ്മൾ കൊടുത്തൊരു സാധനം പിന്നീട് ഒരു പള്ളി പ്രസംഗത്തിൽ, ഒരു ഞായറാഴ്ച പ്രസംഗത്തിൽ ഒരു അച്ഛൻ പറയാതൊക്കെ പറയുമ്പോൾ അതിന് അതൊക്കെ ഇതിന് കിട്ടിയ ഒരു വേറെ അവാർഡുകളായിട്ട് ഞാൻ കാണുന്നത്.